നീരജ് ചോപ്ര ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടുമ്പോൾ മലയാളികൾക്കും അത് അഭിമാനത്തിൻ്റെ നിമിഷമായിരുന്നു. കാരണം ടീമിൻ്റെ മുഖ്യ പരിശീലകൻ, അത്ലറ്റിക്സ് ടീമിൻ്റെ മുഖ്യ പരിശീലകൻ ഒരു മലയാളിയായിരുന്നു, പി രാധാകൃഷ്ണൻ നായർ. അദ്ദേഹം തന്നെയാണ് ഇത്തവണയും പാരീസിലും ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ദ്രോണാചാര്യ പി രാധാകൃഷ്ണൻ നായർ 24-നൊപ്പം ചേരുന്നു. സ്വാഗതം ശ്രീ രാധാകൃഷ്ണൻ നായർ. താങ്ക് യു, നമസ്കാരം. ഇത്തവണ ഇന്ത്യ റെക്കോർഡ് സംഘവുമായിട്ടാണ്, അത്ലറ്റിക്സ് ടീമുമായിട്ടാണ് ഇത്തവണ പോകുന്നത്. അപ്പോൾ മെഡലിലും നമുക്ക് അങ്ങനെ ഒരു റെക്കോർഡ് പ്രതീക്ഷിക്കാമോ? ഒന്നിലധികം മെഡലുകൾ നേടുക, അത് മാത്രമല്ല മാക്സിമം ഇവന്റുകളിൽ ഫൈനലിൽ എത്തുക. ഇതാണ് നമ്മുടെ ഒരു എന്താ പറയാ മുദ്രാവാക്യം. നമുക്ക് ജാവലിൻ ത്രോയിൽ മാത്രമല്ല 4x400 റിലേ മെൻ ടീമും പോഡിയത്തിൽ എത്താൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പ്രതീക്ഷയാണ്. പ്രതീക്ഷകൾ സാധാരണ തെറ്റാറില്ല. കഴിഞ്ഞ ഒളിമ്പിക്സിന് മുമ്പ് നമ്മൾ പ്രതീക്ഷ കാരണം ഒരു അത്ലറ്റിന്റെ ഫോം അന്നത്തെ ദിവസം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന കാര്യം. നീരജ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ടോക്കിയോ കഴിഞ്ഞതിന് ശേഷവും വന്ന പ്രധാന ചാമ്പ്യൻഷിപ്പുകളിലും എല്ലാം തന്നെ പോഡിയത്തിലെത്താൻ നീരജിന് സാധിച്ചിട്ടുണ്ട്. ഇത്തവണ നീരജിന് മെഡൽ നിലനിർത്തുന്നതിനപ്പുറം 90 മീറ്ററൊക്കെ താണ്ടാൻ സാധിക്കുമെന്ന് താങ്കൾക്ക് കരുതുന്നുണ്ടോ? ഏതായാലും ഈ പ്രാവശ്യം നീരജ് ചോപ്ര 90 മീറ്റർ ക്രോസ് ചെയ്യും, സ്വർണ്ണ മെഡൽ നിലനിർത്തുകയും ചെയ്യുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം അത് അത്ര നല്ല പ്രിപ്പറേഷനാണ്. അതുപോലെ ജാവലിൻ ത്രോയിൽ തന്നെയാണെങ്കിലും നീരജ് ചോപ്രയ്ക്ക് തുല്യനായിട്ട് തന്നെ കിഷോർ കുമാർ ജനയുമുണ്ട്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 87-50 എന്ന് പറയുന്ന കഴിഞ്ഞ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ഗോൾഡ് മെഡൽ മേടിച്ചതിനേക്കാൾ വെറും 4 സെന്റിമീറ്റർ താഴെയാണ്. ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കർ ഉണ്ട്. റിലേ ടീമിലാകട്ടെ 4 മലയാളികളാണ്. അപ്പോൾ ആദ്യമായിട്ട് അത്ലറ്റിക്സിൽ ഒരു മലയാളിക്ക് മെഡൽ നേട്ടം ഇത്തവണ നമുക്ക് പാരീസിൽ കാണാൻ സാധിക്കുമോ? 4x400 മീറ്റർ റിലേ മെൻ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ 20-ാം തീയതി അവരുടെ പ്രകടനം ഇവിടെ ഒരു മത്സരത്തിൽ, അത് വെച്ച് നമ്മൾ തുലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോഡിയത്തിൽ എത്താൻ സാധിക്കും. അതേസമയം ഇത്തവണയും മലയാളി വനിതകൾ ഇല്ല എന്നുള്ളത് വല്ലാത്തൊരു നിരാശയാണ്. എന്തു പറ്റി? താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? വനിതാ കായിക താരങ്ങളായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിൽ കേരളത്തിൽ നിന്ന് മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷെ അത് മാറി, ആരും തന്നെ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി. നമുക്കറിയാമല്ലോ, ഷൈനി, അതുപോലെ തന്നെ ബീന മോൾ, പി.ടി. ഉഷ, അതുപോലെ എല്ലാം കണക്കൂട്ടി നോക്കുകയാണെങ്കിലും എല്ലാ കാര്യങ്ങളും നോക്കിയാലും വനിതാ കായിക താരങ്ങളുടെ പ്രാതിനിധ്യം വളരെ കൂടുതൽ, പുരുഷന്മാരെക്കാളും കൂടുതലായിരുന്നു മുൻ ഒളിമ്പിക് ടീമുകളിൽ. ഏതായാലും അത് ശരിയാവുമായിരിക്കും. അവിനാഷ് സാബ്ളെ, പാറുൽ ചൗധരി, ദീർഘദൂര ഓട്ടക്കാരിലും നമ്മൾ ഇത്തവണ വലിയ പ്രതീക്ഷ വയ്ക്കുന്നു. സ്വന്തം റെക്കോർഡ്, നാഷണൽ റെക്കോർഡ് പലകുറി തിരുത്തിക്കുറിച്ചാണ് അവിനാഷ് സാബ്ളെ ഇത്തവണ പാരീസിലെത്തുന്നത്. 8:09 എന്ന് പറയുന്നത് വളരെ നല്ല സമയമാണ്. അവിനാഷ് സാബ്ളെയും ഈ 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസ് എന്നൊക്കെ പറഞ്ഞാൽ അത് സ്ട്രാറ്റജിക് ടാക്ടീസ് ഉപയോഗിച്ചുള്ള ഒരു റേസാണ്. ചിലപ്പോൾ ഈ 809 ഗോൾഡ് വരാം, ചിലപ്പോൾ 809 ക്വാളിഫൈയിൽ നിന്നും വരാം. ഉദാഹരണം, കഴിഞ്ഞ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് 8 മിനിറ്റ് 11 സെക്കൻഡ് ഓടിയ അവിനാഷ് സാബ്ളെ ഫൈനലിൽ എത്തിയില്ല. പക്ഷേ ഫൈനലിൽ ഫസ്റ്റ് വന്ന ആള് 8 മിനിറ്റ് 26 മിനിറ്റിനാണ് ഫൈനലിൽ ഒന്നാമത് വന്നത്. അത് സ്ട്രാറ്റജിക്കൽ ടാക്ടിക്കൽ റേസ് ആണ്. അത് നമുക്ക് ഈ പ്രകടനം, ഇപ്പോഴത്തെ പ്രകടനം വിലയിരുത്തിക്കൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ഇത് എന്ത് സംഭവിക്കാം എന്നുള്ളതാണ് അവിനാഷ് സാബ്ളയെ പറ്റി പറയാം. പക്ഷെ പാറുൽ ചൗധരിയെ പറ്റി എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, നമുക്കൊരു ഫൈനലിൽ എത്തുക എന്ന് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ ഒന്നിലധികം മെഡൽ നേടാൻ ഇന്ത്യൻ ടീമിനാവട്ടെ, ഒപ്പം തന്നെ മലയാളിക്ക് ഒരു മെഡൽ കിട്ടട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി ശ്രീ രാധാകൃഷ്ണൻ നായർ. താങ്ക് യു വെരി മച്ച്.